ഷിജു ഖാൻ സംസാരിക്കുകയാണ്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സർവകലാശാല ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി, സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല എന്ന ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൂടുതൽ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം സിൻഡിക്കേറ്റ് ഡിസിഷൻ സർവകലാശാല ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിധേയമായി ഞങ്ങൾ കൈക്കൊണ്ട തീരുമാനം ശരിയാണ് എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് ഞങ്ങളെല്ലാം എത്തി നിൽക്കുന്നു. അപ്രകാരം യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൈക്കൊണ്ട തീരുമാനമാണ് ശരി എന്ന നിലയിൽ തന്നെ കേരളീയ സമൂഹം ഇന്നത് അംഗീകരിക്കുകയും ചെയ്യുന്നു. താൽക്കാലിക വൈസ് ചാൻസലർമാർ കടന്നു വരികയും ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി, സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി രജിസ്ട്രാർ പോലുള്ള ഉയർന്ന പദവിയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം അവർക്കില്ല. രജിസ്ട്രാറുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റാറ്റ്യൂട്ടിലും ആക്ടിലും നിരവധി സ്ഥലങ്ങളിൽ സർവകലാശാല രജിസ്ട്രാറുടെ നിയമനാധികാരി, ഡിസിപ്ലിനറി അതോറിറ്റി അധികാരി സിൻഡിക്കേറ്റ് ആണെന്ന് അടിവരയിട്ട് പറയുമ്പോഴാണ് അതിനെ ലംഘിച്ചുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്ടിംഗ് വി സി ആയിട്ടുള്ള മോഹനൻ കുന്നുമേൽ തെറ്റായ നിലപാട് സ്വീകരിച്ചത്. ഞങ്ങൾ ആ തെറ്റായ നിലപാടിനെതിരായിട്ടാണ് സർവകലാശാല നിയമപ്രകാരം ശക്തമായ നിലപാട് സ്വീകരിച്ചത്. യൂണിവേഴ്സിറ്റിയുടെ ആക്ട് 1013 പ്രകാരം ഒരിക്കലും ഒരു അടിയന്തര സാഹചര്യത്തിലല്ലാതെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ വി സിക്ക് അധികാരമില്ല. ആ 1013 പ്രകാരം തെറ്റായ ഒരു തീരുമാനം അദ്ദേഹം കൈക്കൊള്ളുകയുണ്ടായി. എന്നാൽ ഏത് തെറ്റായ തീരുമാനം അത് തിരുത്തുകയാണ് സിൻഡിക്കേറ്റ് പ്രധാനമായ ബോഡി എന്ന നിലയിൽ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഡോക്ടർ ഷിജു ഖാൻ വിശദീകരിക്കുന്നത്.